Hi everyone, welcome back to zoology class. So in our previous classes we discussed about monohybrid and dihybrid crosses and we came to know that genes are controlling the characters, isn't it? Genes are controlling the characters. That is, two alleles form a gene. That means a gene has two alleles which control characters. Genes ആണ് ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത്. ജീൻസിൻ്റെ ആൾട്ടർനേറ്റീവ് ഫോംസ് ആണ് അലീൽസ്. അലീൽസ് ക്യാൻ ബി ഹോമോസൈഗസ് ഓർ ഹെട്രോസൈഗസ്. ഹോമോസൈഗസ് അലീൽസ് ഉണ്ട്, ഹെട്രോസൈഗസ് അലീൽസ് ഉണ്ട്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ അലീൽസ് ആണ്. ഹെട്രോസൈഗസ് മീൻസ് ഡിസ്സിമിലർ ഓർ ഡിഫറെൻറ്റ് അലീൽസ്. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണ്, സിമിലർ അലീൽസ് ആണ്. ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണ്. രണ്ടും ഡിഫറെൻറ്റ് അലീൽസ് ആണ്, ഡിസ്സിമിലർ അലീൽസ് ആണ്. ഹെട്രോസൈഗസ് ഓർ ഡിസിമിലർ അലീൽസിൽ ഒരെണ്ണം ഡോമിനൻ്റ് ആണ്, മറ്റേ അലീൽ റെസസീവ് ആയിരിക്കും. സോ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, സ്മോൾ ടി റെസസീവ് അലീലാണ്. സോ വി നോ ദാറ്റ് ഡോമിനൻ്റ് ആൻഡ് റെസസീവ് അലീൽസ് ആർ ദേർ. ദെൻ വാട്ട് എക്സാക്ട്ലി ഈസ് ഡോമിനൻസ്? എന്താണ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഡോമിനൻസ്? വാട്ട് യു അണ്ടർസ്റ്റുഡ് അബൌട്ട് ഡോമിനൻസ്? വൈ ആർ സം അലീൽസ് ഡോമിനൻ്റ് ആൻഡ് സം റെസസീവ്? ചില അലീൽസ് എന്തുകൊണ്ടാണ് ഡോമിനൻ്റ് ആൻഡ് മറ്റു ചില അലീൽസ് എന്തുകൊണ്ടാണ് റെസസീവ്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഡോമിനൻസ് ആൻഡ് റെസസീവ്. ദിസ് ഈസ് അവർ ടുഡേയ്സ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോമിനൻസ്. എന്താണ് ഡോമിനൻസ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്. That is, genes are controlling the characters. So genes contain information to express a trait. So ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ജീൻസ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിലും അത് കൺട്രോൾ ചെയ്യേണ്ട ട്രേറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഹെയർ കൺട്രോൾ ചെയ്യുന്ന ജീനാണെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ഓർ കേളി ഹെയർ ഏതാണോ ആ ഒരു ഇൻഫോർമേഷൻ ഉണ്ടാകും. സോ ജീനിലുള്ള ഇൻഫോർമേഷൻ അനുസരിച്ച് ഫിനോടൈപ്പ്, ദാറ്റ് ഈസ് ഹെയർ ഫോം ചെയ്യും. So genes carry information to express a trait. In diploid organisms, two copies of each genes are there, that is alleles. Diploid organisms'il ഒരു ജീനിൻ്റെ രണ്ട് കോപ്പീസ് കാണും, that is we call it as what? Alleles. Diploid organisms means 2n കണ്ടീഷനുള്ള organisms ആണ്. So alleles can be homozygous and heterozygous. Homozygous means what? Similar alleles ആണ് and both alleles will be same. And what about heterozygous? Different alleles ആണ്, രണ്ട് അലീൽസും ഡിഫറെൻ്റ് ആണ്. ഹോമോസൈഗസ് മീൻസ് രണ്ട് അലീൽസും സിമിലർ ആണ്, സെയിം ആണ് അല്ലേ. സോ ഹെട്രോസൈഗസിൽ ഡിഫറെൻറ്റ് അലീൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ വൈ ഡിഫറെൻറ്റ് അലീൽസ്? എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് അലീൽസ് ഫോം ചെയ്തത്? ബിക്കോസ് ഓഫ് സം ചേഞ്ച് ഓർ മ്യൂട്ടേഷൻ. സോ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദിസ് അലീൽ ഗെറ്റ് മോഡിഫൈഡ്. എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് അലീൽസ് ഫോം ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് സം ചേഞ്ച് ഓർ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ കാരണം അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കും. ഓക്കെ, ബിക്കോസ് ഓഫ് സം ചേഞ്ച് ഓർ മ്യൂട്ടേഷൻ, അത് കാരണം ഈ അലീലുള്ള ഇൻഫോർമേഷന് മോഡിഫൈ ചെയ്യപ്പെടും, ചേഞ്ച് ചെയ്യപ്പെടും, നോർമൽ ഇൻഫോർമേഷൻ ആയിരിക്കില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് മ്യൂട്ടേഷൻ information contained in allele is modified. So genes contain information to express a trait. In the case of diploid organism, two copies of each gene, that is alleles are there. Alleles can be homozygous or heterozygous. Homozygous similar alleles and both alleles will be same. Heterozygous different alleles. And what is the reason for different allele? Because of some change or mutation. So information contained in this allele get modified. Now let us take an example of a gene that contains the information for producing an enzyme. So this gene is having information for producing an enzyme. Dominance and recessiveness മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നോക്കാം. എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു ജീൻ. ആ എൻസൈമിന് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് എൻസൈം ക്യാൻ കൺവേർട്ട് സബ്സ്ട്രേറ്റ് ടു പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ഈ ജീനിലുള്ള ഇൻഫോർമേഷൻ എന്താണ്? സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് ഇൻഫർമേഷൻ, isn't it? So this gene has the information for producing enzyme
And this gene has two copies. There are two copies of this gene, that is two allelic forms. ഈ ജീനിന് രണ്ട് കോപ്പീസ് ഉണ്ട്, നമ്മളതിന് അലീൽസ് എന്ന് പറയും അല്ലേ. ടു അലീലിക് ഫോംസ് ആർ ദെയർ. സോ ഹെട്രോസൈഗോട്സിൻ്റെ കേസിൽ, ഹെട്രോസൈഗസ് അലീൽസിൻ്റെ കേസിൽ രണ്ട് അലീൽസും സിമിലർ അല്ല, ഡിഫറെൻ്റ് ആണ് അല്ലേ. അതെങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാം. സോ ടു കോപ്പീസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അലീൽസ്. അതിൽ ഒരെണ്ണം അൺമോഡിഫൈഡ് അലീലാണ്. അൺമോഡിഫൈഡ് അലീൽ മീൻസ് അലീലിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല, നോർമൽ അല്ലെങ്കിൽ വൈൽഡ് അലീലാണ്. ഓക്കെ, നോർമൽ ഓർ വൈൽഡ് അലീൽ ഓർ അൺമോഡിഫൈഡ് അലീൽ. സോ ദിസ് അലീൽ ദാറ്റ് ഈസ് അൺമോഡിഫൈഡ് ഓർ നോർമൽ ഓർ wild allele forms a normal enzyme. It produces a normal enzyme, or it has informations for producing a normal enzyme which converts substrate to product. Unmodified allele normal enzyme produce ചെയ്യും. ഈ നോർമൽ എൻസൈമിന് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് പറയുന്നത് അൺമോഡിഫൈഡ് അലീലിൻ്റെ കാര്യമാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ അതർ അലീൽ? സെക്കൻഡ് അലീൽ, ദാറ്റ് ഈസ് മോഡിഫൈഡ് അലീൽ ഓർ മ്യൂട്ടൻ്റ് അലീൽ. അലീലിന് മോഡിഫിക്കേഷൻ വന്നു, മ്യൂട്ടേഷൻ കാരണം അത് മോഡിഫൈഡ് ആയി മാറി. ഓക്കെ, മോഡിഫൈഡ് അലീൽ ഓർ മ്യൂട്ടൻ്റ് അലീൽ. അങ്ങനെയാണെങ്കിൽ ഈ അലീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് മൂന്ന് കേസസ് ഉണ്ട്. നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. നോർമൽ എൻസൈം അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ എഫിഷ്യൻസി കുറവായിരിക്കും. അതാണ് ഒരു ചാൻസ്. മ്യൂട്ടൻ്റ് അലീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഒന്നെങ്കിൽ നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ചാൻസ്. സെക്കൻഡ് ചാൻസ് എന്താണ്? ദാറ്റ് ഈസ് നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. നോൺ ഫങ്ഷണൽ എൻസൈം എന്ന് പറയുമ്പം ആ എൻസൈമിന് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കില്ല, നോൺ ഫങ്ഷണൽ എൻസൈമാണ്. അതാണ് സെക്കൻഡ് കേസ്. ഓക്കെ, നോൺ ഫങ്ഷണൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം. തേർഡ് കേസ്, നോ എൻസൈം അറ്റ് ഓൾ. ഒരു എൻസൈമും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റായി മാറാൻ സാധിക്കില്ല. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലെസ് എഫിഷ്യൻറ്റ് എൻസൈമാണ്, എന്നാലും സബ്സ്ട്രേറ്റിന് പ്രോഡക്റ്റായി മാറാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് കേസ് നോൺ ഫങ്ഷണൽ എൻസൈമാണ്, പ്രൊഡ്യൂസ് ചെയ്ത എൻസൈം നോൺ ഫങ്ഷണൽ ആണ്. തേർഡ് കേസ് നോ എൻസൈം അറ്റ് ഓൾ. ഈ മൂന്ന് കേസും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇൻ ഫസ്റ്റ് കേസ്, ദാറ്റ് ഈസ് കേസ് 1, മോഡിഫൈഡ് അലീൽ. മോഡിഫൈഡ് അലീൽ മീൻസ് വാട്ട്? ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ നോർമൽ ഓർ ലെസ് എഫിഷ്യൻറ്റ് എൻസൈം. ലെസ് എഫിഷ്യൻറ്റ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീൽ ദാറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു അൺമോഡിഫൈഡ് അലീൽ. അൺമോഡിഫൈഡ് അലീൽ എന്ന് പറയുമ്പം നോർമൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന അലീൽ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. മോഡിഫൈഡ് അലീലും അൺമോഡിഫൈഡ് അലീലും ഈക്വൽ ആയിരിക്കും. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദ സെയിം ഫിനോടൈപ്പ്. മോഡിഫൈഡ് അലീൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലെസ് എഫിഷ്യൻ്റ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ട് മോഡിഫൈഡ് അലീൽ ആരെപ്പോലെ തന്നെ ആയിരിക്കും? അൺമോഡിഫൈഡ് അലീലിനെ പോലെ തന്നെ ആയിരിക്കും. ഈ ഒരു കേസിൽ ഇക്വാലൻറ്റ് അലീൽ പെയേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുക. നെക്സ്റ്റ് കേസ് 2 and 3. സെക്കൻഡ് കേസ് നോൺ ഫങ്ഷണൽ എൻസൈം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. തേർഡ് കേസ് നോ എൻസൈം അറ്റ് ഓൾ. സോ സെക്കൻഡ് ആൻഡ് തേർഡ് കേസിൽ വാട്ട് ഹാപ്പൻസ്? ഈ അലീൽ ഫങ്ഷൻ ചെയ്യുന്നില്ല അല്ലേ. The phenotype or trait will depend on the functioning of unmodified allele. സോ ഈ അലീലിൻ്റെ കൂടെയുള്ള അൺമോഡിഫൈഡ് അലീലിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് സെക്കൻഡ് ആൻഡ് തേർഡ് കേസിൽ. സെക്കൻഡ് കേസ് നോൺ ഫങ്ഷണൽ എൻസൈം ആണല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തേർഡ് കേസിൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ആ അലീലിന് അതിൻ്റെ ഇൻഫോർമേഷൻസ് മോഡിഫൈ ചെയ്തു. സോ ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് എൻ എൻസൈം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള അലീലിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെയുള്ള അൺമോഡിഫൈഡ് അലീലിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കേസിൽ അൺമോഡിഫൈഡ് അലീലിൻ്റെ ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. സോ അൺമോഡിഫൈഡ് അലീൽ മീൻസ് ഡോമിനൻ്റ് അലീലാണ്. മോഡിഫൈഡ് അലീൽ എന്താണ്? റെസസീവ് അലീലാണ്. The concept of dominance. In heterozygotes, there are dominant and recessive alleles. So we know that in a heterozygous gamete, we can see a dominant and recessive allele. The normal unmodified allele produces a normal enzyme that is necessary for the transformation of a substrate to product. The unmodified or normal allele produces a normal enzyme that will convert substrate to product. The mutant or modified allele produces normal or less efficient enzyme, non-functional enzyme, or no enzyme at all. The mutant or modified allele can produce normal or
less efficient enzyme, and non-functional enzyme, the enzyme which is not functioning properly, and no enzyme at all. In first case, the modified allele will produce the same phenotype or trait like the unmodified allele. In second case, the phenotype or trait will depend on the functioning of unmodified allele, because in second and third case, non-functional enzyme is produced or no enzyme is produced. So it will depend on unmodified allele. So we can say unmodified or functioning allele is the dominant allele, modified allele is the recessive allele. That is, dominance means when an allele expresses itself in the presence or absence of its recessive allele, it is called a dominance or dominant allele. It forms a complete functional enzyme that perfectly expresses it. Next one, recessive. It can express itself only in the absence of its dominant allele. It forms an incomplete defective enzyme which fails to express itself when present with its dominant allele, that is in heterozygous condition.